ഹായ് ഹലോ, വെൽക്കം ടു മൈ ചാനൽ. നിങ്ങളെൻ്റെ ഗാർഡനിങ് വീഡിയോസിലൊക്കെ പലപ്പോഴായിട്ട് ഈ മാവ് കണ്ടിട്ടുണ്ടാവും. ഇത് ഞങ്ങളുടെ മുറ്റത്തിനുള്ള മാവാണ്. ഇത്തവണ നല്ലോണം പൂവിട്ടുണ്ടായിരുന്നു, നല്ലോണം മാങ്ങ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഒരുപാട് കൊഴിഞ്ഞു പോയി മഴ കാരണം. പക്ഷെ എന്നാലും നമുക്ക് ഇഷ്ടംപോലെ മാങ്ങ ഇതിൻ്റെ മേളിലായിട്ടുണ്ട്. ഈ മാങ്ങ പറിക്കാനായിട്ട് ഞാൻ ഒരു തോട്ടി പോലെ വടി വെച്ച് കെട്ടിയിട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ താഴെ വീഴാതെ മാങ്ങ കിട്ടണമെങ്കിൽ ആ ഒരു തോട്ടി കൊണ്ട് പറ്റില്ല. അപ്പോൾ ഞാൻ ഏതായാലും ആമസോണിലൊന്ന് സെർച്ച് ചെയ്തിട്ട് ഒരു പ്രോഡക്റ്റ് വാങ്ങി, മാംഗോ പ്ലക്കർ. അപ്പോൾ അതാണ് ഇപ്പോൾ ഞാൻ അൺപാക്ക് ചെയ്യണത്. അത് നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ സാധനം. നല്ല നെറ്റ് പോലെയുള്ള താഴത്തേക്ക് ഒരു 3-4 മാങ്ങകൾ സുഖമായിട്ട് നമുക്കതിൽ പറിച്ചെടുക്കാൻ പറ്റും. അതിലേക്ക് ഉള്ളിലേക്ക് ഇറങ്ങി കൊടുക്കുന്ന ടൈപ്പിൽ. നമ്മുടെ തോട്ടി ഈ ഒരു പൈപ്പിലൂടെ ഇട്ടിട്ട് സ്ക്രൂ ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നല്ല സ്റ്റിഫായി അവിടെ നിൽക്കും. അതുപോലെ തന്നെ മാങ്ങയുടെ ഞെട്ട് പൊട്ടിച്ചെടുക്കാനായിട്ട് മുൻഭാഗത്തായിട്ട് ഒരു ഷാർപ്പായിട്ടുള്ള ഒരു ഭാഗം കാണാം. അപ്പോൾ ഇതൊക്കെ മനസ്സിലാവണമെങ്കിൽ നമ്മൾ മാങ്ങ പറിച്ച് നോക്കണം, അപ്പോഴാണ് ഇതൊക്കെ മനസ്സിലാവുക. എന്നാൽ പിന്നെ നമുക്ക് മാങ്ങ പറിക്കാൻ പോയാലോ? അപ്പോൾ പ്രതിവട്ടം എത്തിയിട്ടുണ്ട്. അത്യാവശ്യം ഹൈറ്റിലുള്ളതൊക്കെ പറിക്കണമെങ്കിൽ പ്രതിവട്ടം തന്നെ വേണം. താഴത്തുള്ളതൊക്കെ ഞാൻ കുറച്ചൊക്കെ പറിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ നമ്മൾ ഫസ്റ്റ് വലിയ മാങ്ങ പറിക്കുകയാണ്. അങ്ങനെ ഇത് താഴത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഏതായാലും ഒരു 3 മാങ്ങ വരെയുള്ള താങ്ങാനുള്ള ആ ഒരു ശക്തി ആ നെറ്റിനുണ്ട്. അപ്പം പിന്നെ 2 പറിച്ചിട്ട് ഇങ്ങോട്ട് താഴത്തേക്ക് ഇറക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ 2 മാങ്ങ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ചെറുപ്പകാലത്ത് എൻ്റെ ആൻറ്റീൻ്റെ വീട്ടിൽ പോകുന്ന സമയത്താണ് ഞാൻ മാങ്ങ പറിച്ച് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളെല്ലാവരും പോകുന്ന എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ അവിടെ ഒരു വലിയ മാവുണ്ടായിരുന്നു, സ്ഥലം മാങ്ങയുള്ള. അപ്പോൾ അതിലെല്ലാവർക്കും പറിച്ച് ഷെയർ ചെയ്ത് ആൻറ്റി തരുന്ന ഓർമ്മയാണ് എനിക്കുള്ളത്. അപ്പോൾ ഇത്തവണ നമുക്ക് എന്തായാലും ആൻറ്റിക്കും മാങ്ങ കൊണ്ടു കൊടുക്കണം. ഇത് ഗ്രാഫ്റ്റിംഗ് ചെയ്ത് മാവിൻ്റെ തൈയാണ് ഞങ്ങളിത് വാങ്ങി കുഴിച്ചിട്ടത്. അതൊരു 25 വർഷം മുമ്പ് ഞങ്ങൾ ഈ വീട്ടിൽ താമസിച്ച ആ ഒരു സമയത്താണ് ഞങ്ങളിത് തൈ വാങ്ങിയത്. വാങ്ങുന്ന സമയത്ത് അതിലൊരു ചെറിയ മാങ്ങയുണ്ടായിരുന്നു. അത് ഏകദേശം മൂപ്പായി വരുന്ന സമയത്താണ് പെട്ടെന്ന് ആ മാങ്ങ കാണാനില്ല. അപ്പം ഞാനാണിത് എടുത്തത് നോക്കിയപ്പോൾ നമ്മുടെ കുട്ടാപ്പ് അന്ന് കുഞ്ഞായിരുന്നു കേട്ടോ, കുട്ടിയായിരുന്നു. അപ്പോൾ കുട്ടാപ്പുമാണ് ആദ്യമായിട്ട് ഈ മാവിലെ മാങ്ങ ടേസ്റ്റ് നോക്കിയ ആൾ. പിന്നീട് വർഷങ്ങൾ ഒരുപാട് കടന്നു പോയിട്ടും പിന്നീട് ഒരിക്കൽ പോലും ഇതിൽ മാങ്ങ ഉണ്ടായിട്ടില്ലായിരുന്നു. ഇത്രയും ദിവസമായിട്ട് ഞങ്ങൾ കാണാത്ത ഒരു കൊല മാങ്ങ ഇതിൻ്റെ ഉള്ളിലായിട്ടുണ്ട്. അതിപ്പോഴാണ് ഞങ്ങൾ കണ്ടത്. പലപ്പോഴും മാവിൻ്റെ ഇലയുടെ അടിയിലായിട്ട് മാങ്ങകളുള്ളത് കാണാറില്ല. അത് പഴുത്ത് വീഴുന്ന സമയത്തായിരിക്കും, ഉടഞ്ഞു വീഴുന്ന സമയത്തായിരിക്കും പലപ്പോഴും കാണുക. ഒരുപാട് വർഷമായിട്ട് മാങ്ങ കായ്ക്കാത്തത് കാരണം മാവ് മുറിച്ച് കളയേണ്ടി വരും എന്നൊക്കെ വിചാരിച്ച് നിൽക്കുന്ന സമയത്താണ് പൂവിട്ട് തുടങ്ങിയതും കായ ഉണ്ടാവാൻ തുടങ്ങിയതും. പിന്നീട് അങ്ങോട്ട് എല്ലാ വർഷവും ഇതുപോലെ 1, 2, 3 തവണ ഇത് പൂക്കാറും കായ്ക്കാറുണ്ട്. മാങ്ങ പറിക്കുന്ന സമയത്ത് എപ്പോഴും എല്ലാവർക്കും എത്തിച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. മാംഗോ പിക്കിൾ ഉണ്ടാക്കാൻ ഈ മാങ്ങ ബെസ്റ്റാണ്. നല്ലൊരു സ്മെല്ലാണ് പിക്കിളിന്. മാംഗോ പിക്കിൾ ഉണ്ടാക്കുന്ന വീഡിയോസ് ഞാൻ താഴെ എൻ്റെ റിലേറ്റഡ് വീഡിയോസിൽ കൊടുക്കുന്നുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. നമ്മുടെ നീയക്കുട്ടിക്കും കൊടുത്തു. പിന്നെ ഇത്തവണ നമ്മൾ ഒരുപാട് പേർക്ക് എത്തിച്ചിട്ടുണ്ട്. എൻ്റെ ആൻറ്റീൻ്റെ വീട്ടിൽ പോയ സമയത്ത് അവിടെ ആൻറ്റീൻ്റെ മോളും ഉണ്ടായിരുന്നു, അവർക്കും കൊടുത്തു. മഞ്ജു ടീച്ചറാണ്, ഹൗസിലാണ് താമസിക്കുന്നത്. അപ്പോൾ അവളുടെ മോൻ കൃഷ്ണ എൻ്റെ എല്ലാ വീഡിയോസും കാണാറുണ്ടെന്ന് പറഞ്ഞ് കൃഷിയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്നാണ് വരുൺ കൃഷ്ണ എന്നോട് പറഞ്ഞത്. അങ്ങനെ അവർ ഹൗസൂർ എത്തിയതിനു ശേഷം മാംഗോ പിക്കിൾ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഫോട്ടോ എനിക്ക് അയച്ചു തന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.